ഉറപ്പില്ല, ഒട്ടും ഉറപ്പില്ല. നമ്മുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റിലോടി കുഞ്ഞിപ്പെണ്ണെ. തെറ്റിന്ന് മാത്രല്ല, എന്റെ കുടുംബം കുട്ടിച്ചോറായില്ലേ അമ്മേ. ഉണ്ണി ഇപ്പൊ ഇങ്ങോട്ട് കയറാറില്ല. വല്യമ്മാമ്മയുടെ അവിടെയാ കിടപ്പ്. ഗോപാലൻ പാതിരാത്രി ആവുമ്പോ വരും. 4 കാലം മേല് ഈ ഉമ്മറത്ത് കിടക്കും. ആലയില് തീ പൊട്ടിട്ട് ദിവസം എത്ര എന്നറിയോ അമ്മയ്ക്ക്? നശിച്ചു, എന്റെ കുടുംബം നശിച്ച നാറാണക്കല്ലായി. ഇവൻ ഇത്ര മൊരട്ടുപോത്താണെന്ന് ഞാൻ അറിഞ്ഞോ? ഛേ, നാണക്കേട്. എത്ര പൊന്നു പോലത്തെ മോളാവള്. നല്ലോണാണെങ്കി എത്ര സുഖമായിട്ട് കഴിയാ അവളുടെ കൂടെ. എന്റെ അമ്മേ, ഇനി ഈ വർത്താനം ഇവിടെ പറയരുത്. ഇനി നമ്മുടെ കൊല്ലത്തിൽ ഇത് വേണ്ടേ? അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു. സാരല്ലടി, നീ വിഷമിക്കാതിരിക്കും. ഇതൊക്കെ നമുക്ക് ശരിയാക്കാം. ഉണ്ണിക്കുട്ടനെയും കൂടി ഒരു പെണ്ണ് കെട്ടിച്ച കഴിഞ്ഞില്ലേ കാര്യം? അപ്പൊ അതുകൊണ്ടും തീരുന്നില്ല എന്റെ അമ്മേ. ഉണ്ണിയോട് ഞാൻ അതും പറഞ്ഞു നോക്കി. എന്നെ തല്ലിയില്ലാന്നേ ഉള്ളൂ. വെട്ടാൻ നിൽക്കുന്ന പോത്തിനെ പോലെ ഏത് നേരവും. ഞാൻ മിണ്ടണത് ഇഷ്ടമല്ല രണ്ടാൾക്കും. മൂത്തോനാണെങ്കിൽ നിങ്ങളെന്നല്ലാതെ എന്നെ അമ്മേന്ന് വിളിച്ചിട്ട് നാളെത്രയെന്നറിയാം അമ്മയ്ക്ക്. ഇനിയിപ്പൊ എന്ത് ചെയ്യൂടി? എനിക്കറിയാൻ മേല എന്റെ അമ്മ. ചിലപ്പോ വിചാരിക്കും ഈ പുഴ ചാടി അങ്ങ് ചത്താലെന്താന്ന്. ഇനി എന്നെ ദണ്ഡിപ്പിച്ച അതെന്നെ ഉണ്ടാവാൻ പോണേ. കുഞ്ഞിപ്പെണ്ണെ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോ അങ്ങോട്ട് പോവാ എന്റെ വീട്ടിലേക്ക്. വന്നു കയറിയിട്ടൊരു കാപ്പിവെള്ളം പോലും കുടിക്കാണ്ട്. വേണ്ട, പിള്ളേർക്ക് എന്നെ കണ്ടാലേ പിന്നെയും കലി കൂടും. പിന്നെ എനിക്ക് അമ്മുക്കുട്ടിയുടെ അവിടെ ഒന്ന് കയറണം. കാപ്പിവെള്ളം ഞാൻ പോണ വഴിക്ക് കഴിച്ചോളാം. ഇതൊക്കെ ശരിയാവൂടി. എന്നിട്ട് ഞാൻ വരാം. ഓ, അച്ഛമ്മ പോയി. കുളിച്ചോ? നന്നായി. കുളിക്കാതെയും കഞ്ഞി കുടിക്കാതെയും കരഞ്ഞോണ്ടിരിക്കേണ്ട സമയമല്ലിത്. എന്റെ മോള് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി നല്ലോണം പ്രാർത്ഥിക്ക. ഒക്കെ നേരെയാവും. അമ്മേ, എന്റെ പെട്ടി ഒന്ന് നോക്കണം. ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നുണ്ടോന്ന്. നാളെ കള്ളിയൊന്നും പറയരുതല്ലോ. പെട്ടിയോ? എന്തിന്? എനിക്ക് പോണം എന്റെ വീട്ടിലേക്ക്. എന്റെ പൊന്നുമോൾ എന്തായി പറയണത്? എന്റെ വയറ്റില് കുരുത്തേക്കണത് തന്തയില്ലാത്ത കൊച്ച. അതിനും ചുമന്ന് കണ്ട വീട്ടിൽ കഴിയണേലും നല്ലത് എന്റെ വീട്. കണ്ട വീടോ? ഇത് നിന്റെ വീടല്ലേ? ആയിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ സംശയവും പിണക്കവും ഒക്കെ പതിവാ. ഞാൻ സഹിക്കും. ഇത് സ്വന്തം കൊച്ചിനെ തള്ളി പറഞ്ഞില്ലേ? ഇനി എന്റെ വീടല്ല ഇത്. ഗോപാലേട്ടൻ എനിക്ക് ആരുമല്ല. അവനോടൊരു വാക്ക് പറയാതെ. ഇന്ന് എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ അമ്മയെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അമ്മ വന്നാൽ ഞാൻ ആ നിമിഷം പോവും. അപ്പൊ ചിലപ്പോ യാത്ര പറയാനും മറ്റും പറ്റിയെന്ന് വരില്ല. ചത്തുപോയോ? ആ, അരക്കുള്ള വാതെങ്കിലും അടച്ചൂടെ ഞങ്ങൾക്ക്? ചോറ് അപ്പടി പട്ടി തിന്നു. അതെങ്ങനെ? അടയ്ക്കേണ്ടതൊക്കെ തുറക്കുകയും തുറക്കേണ്ടതൊക്കെ അടയ്ക്കുകയും ചെയ്യുന്നതാണല്ലോ നിങ്ങളുടെ സ്വഭാവം. മരുമോ എന്തി? ചത്തോ അതോ പോയോ? പോയി. അവള് പോയി. അവിടെ അമ്മ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്നോട് ചോദിക്കണ്ടോ? എന്താ നിങ്ങളെ നാവിറങ്ങിപ്പോയോ? എന്നോട് ചോദിക്കാൻ എന്തിനാ വിട്ടമേ? അവള് പറഞ്ഞ അതിന്റെ ആവശ്യമില്ലെന്ന്. എന്നാ ഇനി പണി കയറില്ല അവള്. എനിക്കും ഇല്ല അവളുടെ ആവശ്യം.
എല്ലാവർക്കും സമാനമായല്ലോ പിടിച്ചകറ്റിയപ്പോ. സമാനം. എല്ലാവർക്കും സന്തോഷമാവട്ടെ. എന്നാലും എന്നോട് ഒരു വാക്ക് പറയാണ്ട് പോട്ടെ. എനിക്കെന്താ അത്രയും സുഖം, സമാധാനം. പോട്ടെ, എനിക്കൊരു ചുക്കൂല. മോനെ, വല്യമ്മാവൻ പറയുന്ന കേൾക്ക്. നീ പോയി വിളിച്ച അവള് വരും. ഞാൻ പോയി വിളിച്ചിട്ട് അവള് വരില്ല. എന്നാ ഞാനും അമ്മയും കൂടി പോവാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അറ്റുപോയ കണ്ണിയാത് വിളക്കി ചേർക്കാൻ പറ്റില്ല. എന്റെ മനസ്സിൽ അവക്ക് സ്ഥാനമില്ല വല്യമ്മാവ. പോകഞ്ഞ ഉള്ളി പുറത്ത്. ഞാനേ താൻ എന്ത് തന്നയില്ലായ്മയുടെ കാരണം? എന്റെ അടുത്ത് സൂക്ഷിച്ചു വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ. താൻ എന്താ ചെയ്യാ? കൊല്ലുവോ അല്ലെങ്കിൽ തിന്നുവോ? കമ്മിറ്റിയുടെ കാശും ഓടും ഉരുപ്പടിയൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ വിറ്റ് നിന്നപ്പോ കള്ളും ചാലയും കുടിച്ചു കൊടുക്കാം അല്ലേ? വെറുതെ ആണോ താഴെ നന്നാവാത്ത? പിന്നെ കമ്മിറ്റിക്കാർ ഞാൻ എന്ത് സമാനം പറയാ? നിങ്ങളെ കാശ് ഉരുപ്പടി തിരിച്ചേക്കാം. ഇഷ്ടമുള്ളവരെ പണിച്ചോ. എനിക്ക് വയ്യ. അത് മതി. താൻ പണിയണില്ലാന്ന് പറഞ്ഞു കിട്ടിയാ മതി. തന്ന ഉരുപ്പടി ഇങ്ങനെ തരാം. ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ കൊണ്ട് പണിയിച്ചോളാം. അവനും പണിയുന്നില്ല. ഹൈ, അത് താനല്ലോ തീർച്ചയാക്കാൻ. അവൻ പറഞ്ഞല്ലോ പണിതരാന്ന്. എന്നാ അവൻ പറഞ്ഞോ? ഹൈ, അതല്ലേ തന്നോട് പറഞ്ഞൂന്ന്. അവൻ പണിയെത്ര എത്ര നാളങ്ങനെ ചുച്ച. എന്നെ തോപ്പിച്ചിട്ടോ? പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. ഭഗവതിയുടെ വിഗ്രഹം പണിയാന്ന് പറയണ നീയെ? ഒലത്തും വല്ല ഉരുളിയോ കിണ്ടിയോ ഉണ്ടാക്കാം. വിഗ്രഹം ഒന്നും പണിയാനായിട്ടില്ല നീ. അത് തോന്നല. വേണേ കാണിച്ചുതരാം. നിങ്ങൾ ഉണ്ടാക്കണേലും അഴകിലും ഐശ്വര്യത്തിലും ഞാൻ ഉണ്ടാക്കാം. പണി നടത്തുന്ന കാര്യം വിട്ടും അവനും കൂടെ കൂടിക്കോട്ടെടാ. എന്താ നിങ്ങളെ പാവം?